പ്രതികൂല സാഹചര്യത്തിലും കുതിച്ചുയർന്ന് ചിക്കൻ വില. പാചകവാതക പ്രതിസന്ധി മുതൽ പക്ഷിപ്പനി വരെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില കുതിക്കുന്നു. ഇന്നലെ ചില്ലറ വിപണിയിൽ കിലോഗ്രാമിന് 175 രൂപയായിരുന്നു വില. വരും ദിവസങ്ങളിൽ വില വീണ്ടും ഉയരുമെന്ന് വ്യാപാരികൾ പറയുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചത് ഇറച്ചിക്കോഴി വിപണിക്ക് തിരിച്ചടിയായെങ്കിലും റംസാൻ, ഈസ്റ്റർ സീസണുകളും കടുത്ത ചൂടിൽ പൗൾട്രി ഫാമുകളിൽ ഉൽപ്പാദനം കുറഞ്ഞതുമാണ് അനുകൂലമായത്. സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ പക്ഷിപ്പനിയുണ്ടെങ്കിലും വിൽപ്പനയെ ബാധിച്ചില്ല. മുൻ വർഷങ്ങളിൽ ക്രിസ്മസ്, ഈസ്റ്റർ സീസണുകളിൽ പക്ഷിപ്പനിയുടെ പേരിൽ കോഴിയിറച്ചിയുടെ വില കുറഞ്ഞിരുന്നു. വേനൽ ചൂട് ഇങ്ങനെ തുടർന്നാൽ ഈസ്റ്റർ സീസണിൽ ഈസ്റ്റർ കോഴികൾ നിലവിൽ പകുതി വളർച്ചയിലാണ്. ഒരു കോഴിക്ക് ദിവസം 1/2 ലിറ്റർ ശുദ്ധജലം വേണം. പല വൻകിട ഫാമുകളിലും ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല. കനത്ത ചൂട് അതിജീവിക്കാനാവാതെ കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചാകുന്നുണ്ട്. കേരളത്തിൽ വിൽക്കുന്ന ഇറച്ചിക്കോഴികളിൽ 60% ആഭ്യന്തരമായി വളർത്തുന്നതാണ്. യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോയാൽ രാജ്യത്താകമാനം മുട്ട, ഇറച്ചി, കോഴി ഫാമുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാവുമെന്ന് പറയുന്നു. കോഴിത്തീറ്റയ്ക്കുള്ള അസംസ്കൃത വസ്തുക്കൾ റഷ്യ, നെതർലാൻഡ്, തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തുന്നത്. കപ്പലുകൾ എത്തിയില്ലെങ്കിൽ കോഴിത്തീറ്റയുടെ ഉൽപ്പാദനം കുറയും. ഇതോടെ ഫാമുകൾ അടക്കേണ്ടി വരുമെന്നും ഉൽപ്പാദകർ പറയുന്നു.